ആദ്യരാത്രിയിൽ പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥന വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ടോ? ഉണ്ട്. ആദ്യരാത്രിയിൽ പ്രാർത്ഥിക്കാൻ പറ്റിയ മനോഹരമായൊരു പ്രാർത്ഥന തൂബിതിൻ്റെ പുസ്തകത്തിലുണ്ട്. തൂബിതിൻ്റെ പുത്രനായ തോബിയായുടെയും സാറായുടെയും വിവാഹരാത്രിയിൽ തോബിയ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന തൂബിതിൻ്റെ പുസ്തകം 8-ാം അധ്യായം 5 മുതൽ 10 വരെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ തോബിയ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു, നിന്റെ നാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിക്കുകയും ഭാര്യയെ ഭർത്താവിൻ്റെ സഹായിയാക്കി തീർക്കുകയും ചെയ്തവൻ നീയാകുന്നുവല്ലോ. അവരിരുവരിൽ നിന്നും മനുഷ്യരുടെ സന്തതി ജാതമായി. ആദാം ഏകനായിരിക്കുന്നത് നന്നല്ല, അവനായി ഒരു തുണയാളിയെ സൃഷ്ടിക്കാമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവല്ലോ. കർത്താവേ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് വേശ്യാവൃത്തിക്കല്ല, ന്യായപ്രമാണപ്രകാരമുള്ള കൽപ്പന നിറവേറ്റുവാനാകുന്നു. അവിടുത്തെ കൃപയാൽ വാർദ്ധക്യം വരെയും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുമാറാകണമേ. അപ്പോൾ സാറ ആമേൻ എന്ന് പറഞ്ഞു. ആദ്യരാത്രിയിലെന്നല്ല, ദാമ്പത്യ ജീവിതത്തിൽ ഏതൊരു രാത്രിയിലും നമുക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. തോബിയായെ പോലെ ഭർത്താവ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ സാറായെ പോലെ ഭാര്യ ആമേൻ എന്ന് പറയണം. അങ്ങനെ എബ്രായർ 13:4 പറയുന്ന പ്രകാരം വിവാഹം എല്ലാ രീതിയിലും മാന്യവും അവരുടെ ശയ്യ നിർമ്മലവുമായി കരുതണം.